ഹായ് ഓൾ. നമ്മൾ മൈൻഡ് മാസ്റ്ററിയിൽ സാധാരണഗതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടൂളാണ് പെൻഡുലം ഡൗസിങ്. ആക്ച്വലി ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലൊരു കാര്യം അറിയാം. അപ്പോൾ നമുക്ക് കോൺഷ്യസ് മൈൻഡും അറിയാം, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് നമ്മളെ മാത്രം നമ്മളാൽ ബാധിക്കുന്ന ഒരു കാര്യം നമുക്കൊരു സ്ഥലമായിട്ട് ചേർന്ന് നടക്കുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് വളരെ ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ ഒരുപാട് പേര് സംശയത്തോടു കൂടിയൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇതാണ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് വരച്ചിട്ടിരിക്കുന്നൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ടില്ല എന്ന പരുവത്തിൻ്റെ ഒരു സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ പിടിച്ചിട്ട്, ഇപ്പോൾ ആദ്യം വരുമ്പോഴത്തേക്ക് ഇതിന് അനക്കമൊന്നുമില്ല, സ്റ്റില്ലായി നിൽക്കുകയാണ്. ഇനി അതിനോട് നമ്മളൊന്നും പറയണ്ട, പക്ഷേ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ നാളെ ഞാൻ കോഴിക്കോട് പോകാനായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിനോട് ചോദിക്കുകയാണ്, ഞാൻ കോഴിക്കോട് പോകണോ? അപ്പോൾ എനിക്ക് അവിടെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് ഇതിൽ വരണം. അപ്പോൾ ഇതെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ ആൻസർ ഇഡിയോമോട്ടോർ മൂവ്മെൻറ്റിലൂടെ, മോട്ടോർ നെയർവ്സിൻ്റെ പ്രവർത്തനം വഴി പതിയെ മൈക്രോ മൂവ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നാളെ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് പയ്യെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ കൈ ഒട്ടും ചലിപ്പിക്കുക. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ യെസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് ഇത് ചലിക്കാൻ തുടങ്ങി. കുറച്ച് നേരം അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ നല്ല സ്പീഡിലും കുറച്ചുകൂടെ വയലൻ്റ് ആയിട്ട്. ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊന്നുമില്ല, എസ് ഓർ നോ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഈ ആഴ്ച ന്യൂയോർക്കിലേക്ക് പോകണോ? ഞാനിങ്ങനെ മനസ്സിനകത്ത് ചോദിക്കുകയാണ്. അത് ഞാനിങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അതിലൊന്ന് മുട്ടിച്ച് കഴിഞ്ഞപ്പോൾ അനക്കവും കൂടെ നിന്നു. മൈൻഡ് കൊണ്ട് നമ്മൾ അതിലോട്ട് മൈൻഡിൽ നമ്മൾ ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ശക്തമായിട്ട് നോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ആ സമയത്ത് ഇത് ഞാനുമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ്. ഇനി ഒരു പർട്ടിക്കുലർ ജോലി കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്താണ്, അത് വേറൊരു കമ്പനിയുടെ വേറൊരാൾ ഇൻ്റർവ്യൂ ചെയ്ത് അയാൾ മാർക്കിട്ട് നമുക്ക് വരേണ്ടത് അയാളുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്ഥലവും നമ്മളും മറ്റെന്തെങ്കിലും ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചോദിക്കാനായിട്ട് ഇത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ ഇത് ലൈഫ് ലൈനിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നാൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിത് മുംബൈയിൽ നിന്നൊക്കെ വരുത്തി വെച്ചേക്കും നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കുന്ന അത് കൊടുക്കാനായിട്ട്. ഇതിനകത്ത് വേറെ മാജിക്കിലൊന്നുമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലൊരു ആൻസർ ഉണ്ട്, അത് കോൺഷ്യസ് മൈൻഡിനെ അറിയത്തില്ല. അതിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു ടൂളായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇഡിയോമോട്ടോർ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അവിടെ അതിനൊരു ആൻസർ കിട്ടും. ഓക്കെ, ഇത് മറ്റ് ഫോഴ്സുകളോ ഇത് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രചാരണമൊക്കെ വന്നുകൊണ്ടിരിക്കും ചില സിനിമയുടെയൊക്കെ ഫലമായിട്ടാണ്. അതും ഇതുമായിട്ടൊന്നും കാര്യമില്ല. ഇത് പണ്ട് മുതലേ ഒരുപാട് വർഷങ്ങളായിട്ട് ഹിപ്നോട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇതിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം എനിക്കങ്ങ് തീരുമാനമാകുന്നില്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കും. ഞാനൊരു 6 വർഷം മുമ്പ് കാശ്മീരിൽ പോകാനായിട്ട് വീട്ടിലെല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ വെച്ചിരുന്നു. അക്ബർ ട്രാവൽസാണ്. അപ്പോൾ എല്ലാം പോകാനായിട്ട്, അപ്പോൾ ഞാൻ മാത്രമാണ് കൊച്ചിയിലുള്ളത്. വൈഫ് ഇവിടെ വന്നു ചേരണം, മൂത്ത മകൻ വരണം, ഇളയ മകനും വരണം. എന്നിട്ട് ഇവിടുന്ന് പോകാനായിട്ട് ഞങ്ങൾ ഓണത്തിൻ്റെ അവധിക്ക്. അപ്പോൾ അങ്ങനെ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് റൂമിൽ വന്നപ്പോൾ ചുമ്മാ ഇതെടുത്ത് വെച്ചൊന്ന് നോക്കി, കാശ്മീരിന് നാളെ പോകണം. അപ്പോൾ ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശക്തമായി നോ പറഞ്ഞുകൊണ്ടിരിക്കുക, നോ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചു അതെന്താ ഞാൻ വീണ്ടും ഇന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ അന്നേരം നോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എന്തായിരിക്കും എൻ്റെ പോകിന് എന്തായിരിക്കും, ഞാനപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഏതായിരിക്കും മുംബൈയിൽ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ കാശ്മീരിൽ നിന്ന് വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറുള്ളൊരു ഗുപ്തയുണ്ട്. അപ്പോൾ ഞാൻ ഗുപ്തയുടെ നമ്പർ എടുത്ത് മൊബൈലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാനായിട്ട് നാളെ വരാനായിട്ടെല്ലാം തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ പ്രാവശ്യം വരരുത്, ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് പോയിരിക്കുകയാണ്, റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്, ഭയങ്കര പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, യു ക്യാൻ പോസ്റ്റ് പോൺ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധ്യം വരുന്നത്.
ഏതായാലും ഫാമിലി അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വരികയും ചെയ്തു. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് വയനാട് കൂടി മൈസൂരൊക്കെ പോയി ഊട്ടിയെല്ലാം കറങ്ങി തിരിച്ചൊന്ന് കറങ്ങി വരികയും ചെയ്തു. അപ്പോൾ ഇതൊരു നമ്മുടെ ലൈഫിലെ ഒരു അനുഭവമാണ്. ഓക്കെ, ഇത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പോൾ ഞാനീ പറഞ്ഞത് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ സ്വയം യു ഒബ്സർവ്, അനലൈസ് ആൻഡ് കൺക്ലൂഡ് യുവർ സെൽഫ് ഒന്ന് നോക്കാവുന്നതാണ്. ഞാൻ മറ്റൊരു ടെക്നിക്കിലേക്ക് പോകാം. മൈൻഡിൻ്റെ മറ്റൊരു ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. ഇത് ഈ ടെക്നിക്കിന് പറയുന്ന ഹാഫ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാണ്. ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നാളെ അല്ലെങ്കിൽ ഈ മാസം ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് പിടിക്കാൻ പറ്റുള്ളൂ എന്നിരിക്കട്ടെ, എക്സാമ്പിളാണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു വിധത്തിലും അത് വരാനായിട്ടുള്ള വഴി കാണുന്നില്ല. അപ്പോൾ ഞാൻ ആ കൺഫ്യൂസ്ഡാണ്, മനസ്സങ്ങനെ കലക്കി കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് ഇങ്ങനെ നമുക്കൊരു ഫുൾ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തുറന്നു വെച്ച് നമുക്കതിൻ്റെ മുന്നിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. എനിക്ക് എൻ്റെ ഇതിന് ഒരു ആൻസർ വേണം, അത് തന്നെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയോ മെഡിറ്റേഷനോ എന്തുവാണെങ്കിൽ കഴിഞ്ഞു. അതിനുശേഷം ഇതിന് വെള്ളത്തിൻ്റെ പകുതി കുടിക്കുക. പകുതി കുടിച്ചു. എന്നിട്ട് ഇതിന് നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്തൊരു സ്റ്റൂൾ ലെവലിലോ ഇങ്ങനെ വെച്ചേക്കാം. നമ്മൾ എന്നിട്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഇല്ലേ, നമ്മൾ എപ്പോഴാണോ എഴുന്നേക്കുന്നത്, നമുക്കൊരു മണിക്കൂർ നേരത്തെ എഴുന്നേക്കാം. കാരണം ഈ ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട്, ആദ്യം മെഡിറ്റേറ്റ് ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് നമ്മൾ കിടന്നു. രാവിലെ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ എഴുന്നേറ്റ് യൂറിൻ വല്ലതും പാസ് ചെയ്യണമെങ്കിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ ഈ വെള്ളം വീണ്ടും ബാക്കി വെള്ളം കുടിച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ ദിവസം ചെയ്യുന്ന പോലെയല്ല, നമുക്കൊരുപാട് ചോയ്സസ് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ചോയ്സസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് എടുത്ത്, മെഡിറ്റേഷൻ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതിയിട്ട് ഒരു 10-20 ചോയ്സ് എങ്കിലും നമുക്ക്, കാരണം അത് പൈസ കിട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ചോയ്സസ് ഇങ്ങനെ എഴുതി ലാസ്റ്റ് ചോയ്സ് വരെ കിട്ടുന്ന 10-20 ചോയ്സ് ഉണ്ട്, അതെല്ലാം എഴുതിയെടുത്തിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, 1ഉം 2ഉം ആയിട്ട് കമ്പയർ ചെയ്യുക. ഏതാണ് നല്ലത് അത് നിലനിർത്തിയിട്ട് മറ്റേത് കട്ട് ചെയ്ത് കളയുക. 2ഉം 1ഉം 3ഉം ആയിട്ട് കമ്പയർ ചെയ്യുക, 3ഉം 4ഉം ആയിട്ട് കമ്പയർ ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്ത് വെട്ടി ഏറ്റവും നല്ല ചോയ്സിൽ നമ്മൾ അവസാനം വന്നിരിക്കുക. നമ്മൾ അത് വെച്ചങ്ങ് പ്രവർത്തിച്ചാൽ മതി. ഡിസിഷൻ വളരെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് സിംബോളിക്കലി നമ്മുടെ പ്രോബ്ലത്തിന് ആൻസർ കണ്ടെത്താൻ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയം മുഴുവൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ആൻസർ അവിടെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബാക്കി വെള്ളം വീണ്ടും കുടിച്ചതും മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഇൻറ്റ്യൂഷൻ കിട്ടാനായിട്ട് നമ്മൾ നോക്കി അത് ഇങ്ങനെ എഴുതിയെടുത്തിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടാം. ഇനി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം മനസ്സിനോട്, എന്താണ്, വാട്ട് ഈസ് എ പ്രോബ്ലം? പൈസ ഇല്ല എന്നുള്ളതാണ് പ്രോബ്ലം. വാട്ട് ആർ ദ കോസസ് ഓഫ് ദ പ്രോബ്ലം? നമ്മൾ ശ്രദ്ധിക്കാതെ പല ചിലവാക്കിയത് കൊണ്ടായിരിക്കാം, ആവശ്യമില്ലാത്ത പ്രോജക്റ്റുകൾ നമ്മൾ എടുത്തുകൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പലർക്കും വായ്പ കൊടുത്തതുകൊണ്ടായിരിക്കാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം, വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻസ്? എന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ? അപ്പോൾ നമുക്ക് 8-10 ആൻസേഴ്സ് നമ്മളവിടെ എഴുതി. ഇത് രണ്ടാമത്തെ മെത്തേഡ്, വേറൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും ഈ പറഞ്ഞ കോസസ് കണ്ടുപിടിച്ചു, സൊല്യൂഷൻസിൻ്റെ അത് കണ്ടുപിടിച്ചു, സൊല്യൂഷൻസ് കമ്പയർ ചെയ്യുക. വിച്ച് വൺ ഈസ് എ ബെസ്റ്റ് സൊല്യൂഷൻ? ആ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവുക. അപ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു മൈൻഡിനെ ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ട് തീരുമാനം എടുക്കാനായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുകളയാം. ഓൾ ദ ബെസ്റ്റ്.